Hi, I'm Seema and welcome to my channel. ഒറ്റ പാത്രത്തിൽ മൈക്രോവേവിൽ കുറച്ച് സമയം കൊണ്ട് രുചികരമായി തയ്യാറാക്കാവുന്ന ഒരു ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉപ്പുമാവ്. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ ഇത് തയ്യാറാക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈക്രോ പ്രൂഫ് ഗ്ലാസ് ബൗളായി യൂസ് ചെയ്യേണ്ടത് ഈ ഉപ്പുമാവ് ചെയ്യുമ്പം. അത് ഞാനിപ്പോൾ 1/2 കപ്പ് റോസ്റ്റഡ് റവയാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1/4 ടീസ്പൂൺ കടുകിട്ട് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യണം. ഇനി കറിവേപ്പിലയും ചുമന്ന മുളകും ഇട്ട് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യും. കടലപ്പരിപ്പ് വേണ്ടവർക്ക് അതും ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. പച്ചമുളക്, ഇഞ്ചി, ഉള്ളി പൊടിയായി അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി എണ്ണയിലിട്ട് ഇളക്കിയിട്ട് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ്, ബീൻസും ക്യാരറ്റും ഒക്കെ പൊടിയായി അരിഞ്ഞ് ചേർക്കാം. ഇതിൽ 1/2 കപ്പ് വറുത്ത റവ ഇട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യാം. അര കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാൻ കുറച്ച് തക്കാളി പീസസും ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി. ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട് വേണം 3 മിനിറ്റ് മൈക്രോവേവ് ചെയ്യണം. 3 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് അടപ്പ് തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഫോർക്ക് എടുത്ത് നല്ലപോലെ ഇളക്കി ഇങ്ങനെ ഫ്ലഫ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം ആവശ്യമുണ്ടെങ്കിൽ. മൈക്രോവേവ് ഉപ്പുമാവ് റെഡിയായി. ഇതിൽ വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം നമുക്ക്. ശരിക്കും ഇത് സ്റ്റൗവിൽ വെച്ചുണ്ടാക്കുന്ന ഉപ്പുമാവിനെക്കാട്ടും ഒരുപാട് ടേസ്റ്റ് കൂടുതല. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ആ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മാറത്തില്ല. ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. പല കോമ്പിനേഷൻസ് കഴിക്കാറുണ്ട്. ചിലർ നാരങ്ങ ജ്യൂസ് ഒഴിക്കും, ചിലർ പഞ്ചസാര ഇട്ട് കഴിക്കും, പഴം ഇട്ട് കഴിക്കും, ചട്നി ഒഴിച്ച് കഴിക്കും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം, ഇഷ്ടമുള്ളത് ഏതായാലും. പുതിയ വല്ല കോമ്പിനേഷൻസ് കമൻറ്റ് ചെയ്യണം. Thanks for watching. See you in my next video. Until then, take care.